ഹായ് എവരി വൺ. നമുക്ക് എന്ത് മെസ്സേജാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ 2 ഓഫ് സോഡ്സും ഡെത്ത് കാർഡുമാണ് വന്നിരിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു ലൈഫ് ചേഞ്ചിങ് ട്രാൻസ്ഫോർമേഷൻ സ്വീകരിക്കേണ്ട സമയമാണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. കാരണം നിങ്ങളുടെ ഫീലിങ്സ് സപ്രസ് ചെയ്യുന്ന ഒരവസ്ഥ, അതായത് ഇനിയും ഇവിടെ നിൽക്കണോ വേണ്ടായോ എന്നുള്ള ചിന്തകൾ നമുക്ക് സത്യം അറിയാമെങ്കിലും അത് അംഗീകരിക്കാൻ മനസ്സ് തയ്യാറല്ല. ഇമോഷണലി ഒരു ഷട്ട് ഡൗൺ ആയതുപോലെയുള്ള അവസ്ഥ. എന്തെങ്കിലും ചൂസ് ചെയ്താൽ ആ സിറ്റുവേഷൻ തന്നെ മാറിപ്പോകുമോ എന്നുള്ള ഒരു ഭയം. അതുകൊണ്ട് തന്നെ തീരുമാനം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുന്നു. അവിടെ ഒരു തീരുമാനം വേണം, ഒരു ചേഞ്ച് വേണമെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ തന്നെയും ഒരു ഇമോഷണൽ ഫിയർ കാരണം ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഉറച്ച ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ എന്നുള്ളതാണ്. ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. യൂണിവേഴ്സ് തന്നെ ആ എൻഡിങ്സാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അവിടെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു ന്യൂ ഡിറക്ഷൻ അവിടെ ആവശ്യമാണെന്ന് പറയുന്നു. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നും ടോട്ടലി ഒരു ന്യൂ ഐഡൻറ്റിറ്റിയിലേക്കുള്ള ഒരു ചേഞ്ച്. നിങ്ങളുടെ ഉള്ളിലെ കൺഫ്യൂഷൻ കാരണം, പേടികൾ കാരണം നീട്ടിക്കൊണ്ടുപോകുന്ന ആ തീരുമാനത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ്. നിങ്ങൾ എൻഡിങ്സിനെ ഭയപ്പെടേണ്ട എന്ന് യൂണിവേഴ്സ് പറയുന്നു. ആ എൻഡിങ്സ് വഴി മാത്രമേ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരികയുള്ളൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ആ മാറ്റത്തെ, ആ ട്രാൻസ്ഫോർമേഷനെ നിങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ, രാജി.